കിഷ്കിന്ധകാണ്ഡം എന്ന ചിത്രം തീർച്ചയായിട്ടും എനിക്കിഷ്ടപ്പെട്ടു. ഈ ഒരു ചിത്രത്തിന്റെ ഒരു കഥയെ സമീപിച്ച രീതി സംവിധായകൻ നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ലാസ്റ്റ് ഒരു 30 minutes ഓഫ് ഗ്രേറ്റ് ആസിഫ് അലി ആൻഡ് ഗ്രേറ്റ് വിജയരാഘവനാണ്. ഭയങ്കര സ്ക്രിപ്റ്റ്. എനിക്ക് തോന്നുന്നു ഓണം ബമ്പർ അങ്ങനെ പറയാൻ പറ്റും. ഭയങ്കര ഫിലിം. ഒരു സിനിമ കണ്ടിട്ട് എന്താ പറയണ്ടേ, ഒരു ഫുൾ ഓണ സദ്യ കഴിച്ച ഫീലാണ്. ഭയങ്കരം. ആസിഫ് അലി എന്നൊരു സുഹൃത്തിനെ എനിക്കുള്ളതുകൊണ്ട് ഐ ഫീൽ സോ പ്രൗഡ് ടുഡേ. ഇതിലെ അഭിനയത്തിന്റെ കാര്യത്തിൽ ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവേട്ടന്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ ഒരു ചിത്രത്തിലുടനീളം കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ, പിന്നെ അശോകൻ ചേട്ടൻ, കോട്ടയം രമേശ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു കുടുംബചിത്രം തന്നെയാണ്. എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു നല്ല ചിത്രം തന്നെ കിഷ്കിന്ധകാണ്ഡം. സസ്പെൻസ് വളരെ നന്നായിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് വിചാരിക്കാത്തൊരു ഇതാണ്, ചേഞ്ചാണ്. നമുക്ക് ഒട്ടും വിചാരിക്കാത്ത കഥ ട്രെയിനിങ് ചെയ്യുന്നത്. പിന്നെ അവസാനത്തൊരു രംഗമുണ്ട്, അത് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷവും സങ്കടം എല്ലാം കൊണ്ട് ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല അച്ഛൻ്റെയും മകൻ്റെയൊക്കെയുള്ള ബന്ധങ്ങൾ വളരെ നന്നായിട്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. വേറെ ടൈപ്പാണ് അത്. പൊളിയായിരുന്നു. കരയണ്ടെന്ന് കുറെ വിചാരിച്ചെങ്കിലും കയ്യിന്ന് പോയി ലാസ്റ്റ്. അത് വൻ പരിപാടിയാണ്. വേറെ ടൈപ്പാണ്. നമുക്ക് അറിയാലോ, ഇപ്പൊ നമ്മൾ കരയുമ്പോ ഇങ്ങനെയൊക്കെ അറിയണത്. പക്ഷെ ഇപ്പൊ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഏത് രീതിക്കാണ്, ഏത് പരിപാടിയാണ് ഇപ്പൊ പിടിച്ചേക്കണേന്ന്. പക്ഷെ വൻ ഹാപ്പിയാണ്. വളരെ ഗംഭീരമായ ഫിലിമാണ്. നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ഉദ്ദേശിക്കുന്ന സംഭവം വളരെ കൃത്യമായി സ്ക്രീനിൽ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി വിജയരാഘവൻ സാറ്, അതുപോലെ അപർണ ബാലമുരളി, ആസിഫ് അലിയൊക്കെ വളരെ ഗംഭീരമായി വേഷം ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയുടെയൊക്കെ വ്യത്യസ്തമായ വേഷമാണ്. വിജയരാഘവൻ സാറൊക്കെ അദ്ദേഹം ലെജൻഡായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് വർഷങ്ങളായി. പക്ഷെ അദ്ദേഹമൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലി ത്രില്ലറാണ്. വളരെ സസ്പെൻസ് നിറഞ്ഞ ഒരു സിനിമയാണ്. എന്തായാലും ഓണത്തിന് ഫാമിലിക്ക് കയറാവുന്ന വളരെ ഗംഭീരമായ സിനിമ കിഷ്കിന്ധകാണ്ഡം. ഒരു സസ്പെൻസ് ത്രില്ലർ അങ്ങനെ പടത്തിന് പറയും. അത് ഇതിന്റെ ക്ലൈമാക്സ് ഒന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു രീതിയിലേക്കാണ് ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ കൊണ്ടുവന്ന് നിർത്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ കിഷ്കിന്ധകാണ്ഡം ആ പേര് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് ഒരു കോമഡി എലമെന്റ് ഒക്കെ ഉള്ള ഒരു പടമായിരുന്നു. കാരണം ഞാൻ ട്രെയിലർ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, കാണില്ല. പക്ഷേ പടം എന്ന് പറഞ്ഞാൽ സസ്പെൻസ് ത്രില്ലർ. അതില് മറ്റേ ആസിഫ് അലി, അതേപോലെ തന്നെ അപർണ ബാലമുരളി, ഇവരാണ് കോംബോ ആണെങ്കിലും ഇവരെക്കാളും കൂടുതൽ ലീഡ് ചെയ്തിരിക്കുന്നത് വിജയരാഘവന്റെ റോളാണ്. പുള്ളിയുടെ റോൾ എന്ന് പറഞ്ഞാൽ മറ്റേ ഗജനി കട്ടിലേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഗജനിയിലെ ആ റോളായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ വരും. ഇടയ്ക്കിടയ്ക്കല്ല, ഫുള്ളും അങ്ങനെ തന്നെയാണ്. അത് ചെയ്തു വെച്ചിരിക്കുന്നത് ഗംഭീരമായിട്ട് പുള്ളി ചെയ്തതാണ്. എന്തായാലും ഒരു തിയേറ്റർ സ്റ്റോപ്പായിട്ട് തോന്നി, മസ്റ്റ് വാച്ചബിൾ ആയിട്ട് തോന്നി. ഇന്റേണലി നല്ല ബ്രേക്കിംഗ് ഉണ്ടായിരുന്നു. നല്ല ടൈം എടുത്ത് എന്താ പറയാ, ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്കിതിലുള്ള സീൻസ് അങ്ങനെയാണ്. അത് സിനിമ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. സോ അത് ഇമോഷണലി ഇന്റേണലി ബ്രേക്ക് ചെയ്യുന്ന ഞാൻ കുറച്ച് ടൈം എടുത്തു അതിൽ നിന്നൊന്നും മൂവ് ഔട്ട് ചെയ്യാൻ. ബിക്കോസ് ഇച്ചിരി ഒരു ട്രോമയൊക്കെ ആയിരുന്നു. പക്ഷെ ഇറ്റ്സ് ഗുഡ് ഫോർ മീ. അത് തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിന്റെ ഫീൽ കിട്ടുന്നത്, അത്ര എഫക്ട് കിട്ടുന്നത്. സോ ഹാപ്പി ടു സീ. ആളുകൾക്ക് ഇമോഷണൽ സീൻസ് ഒക്കെ കണ്ട് കൈയടിക്കാൻ തോന്നുന്നു പറയുന്നത് ഭയങ്കരമാണ്. അത് അതില് ക്ലൈമാക്സിൽ സീൻ ഉണ്ടായിരുന്നു. അത് ശരിക്കും എല്ലാരും, ഞങ്ങൾ ക്രൂ തന്നെയാണ് സിനിമ കണ്ടത്, പക്ഷെ എല്ലാരും കൈയടിച്ചു പോയി. അത്രയും നല്ല സീനുകളായിരുന്നു. കുട്ടേട്ടന്റെയും അസിക്കയുടെയും കൂടെയുള്ള അവർ പിന്നെ തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്, ഒന്നും പറയാൻ പറ്റില്ല അതിനെ പറ്റി. സോ എന്തായാലും ഒത്തിരി സന്തോഷം. ഫസ്റ്റ് ഷോ തന്നെ എല്ലാവർക്കും അത്രയും ഇമോഷണലി ബോണ്ടിങ് ആയി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി. എന്റെ അമ്മയൊക്കെ ഇന്റർവെല് ആവുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും പെട്ടെന്ന് ഫില്ല് ആവാൻ തന്നെ ഈ പടത്തിനോടുള്ള ഒരു ഇഷ്ടമാണ്. അതെ. ആക്ച്വലി ഇന്റർവെല്ല് ടൈമില് എല്ലാവരും പുറത്തോട്ട് വന്നപ്പോഴും എല്ലാവരും മൊത്തം ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എന്റെ വിശ്വാസം. കാരണം എല്ലാവരും ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു. അങ്ങോട്ട് ശരിക്കും ഇന്നായിട്ട് മൂവിലോട്ട് ഇന്നായിട്ട് സെക്കൻഡ് ഹാഫിൽ എന്തായിരിക്കും എന്നുള്ള എക്സൈറ്റ്മെന്റിൽ നിൽക്കുകയായിരുന്നു. സോ ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് അവർക്ക് കൊണ്ടുപോകാൻ ശരിക്കും നല്ല ഭംഗിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിച്ചു. സോ അതാണ് പടത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ആളുകള് ദൃശ്യം പോലെ കിരീടം പോലെ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഇല്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് പക്ഷെ നിങ്ങൾ വേറൊരു സിനിമയിലും കാണാത്ത പോലത്തെ സീനുകളും നിങ്ങൾക്ക് ഒരിക്കലും ഇത് അവരെ കണ്ടത് അതുണ്ടാവില്ല. എന്തായാലും സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട്.
എല്ലാവരും നല്ല അഭിപ്രായമാണ്. എല്ലാവരും സന്തോഷത്തിലാണ്, ഞാനും സന്തോഷത്തിലാണ്. താങ്ക് യു.